2024 റിലീസ് ചെയ്ത എനിക്കിഷ്ടപ്പെട്ട ആദ്യ 5 കൊറിയൻ സീരീസുകളാണ് ഇവിടെ കൊടുക്കുന്നത്. ലൈറ്റ് ഷോപ്പ് 2024 ഡിസംബർ മാസം പുറത്തിറങ്ങിയ മിസ്റ്ററി ഹൊറർ സീരീസാണ് ലൈറ്റ് ഷോപ്പ്. ജു ജി ഹ്യൂൻ, പാർക്ക് ബോ യങ്, സോൾ ഹ്യൂൻ, തേഗു, ഷിൻ യുൻസു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു. രാത്രിയിലുടനീളം തുറന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഷോപ്പ്. ചില ആളുകളിൽ ഉണ്ടാകുന്ന അസാധാരണ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾക്കെല്ലാം ഉത്തരവുമായി അയാൾ ലൈറ്റ് ഷോപ്പിൽ കാത്തിരിപ്പുണ്ട്. അതെ, ലൈറ്റ് ഷോപ്പ്. ഇവിടെ ജീവിതവും മരണവും കണ്ടുമുട്ടുന്നു. മിസ്റ്ററി ഹൊറർ സീരീസ് ആരാധകർക്ക് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും ഈ സീരീസ്. എ ടിപ്പിക്കൽ ഫാമിലി. ജാങ് കിയോങ്, ചുൻ വു ഹി, പാർക്ക് സോയി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ഫാൻറ്റസി ഡ്രാമ സീരീസാണ് എ ടിപ്പിക്കൽ ഫാമിലി. സമ്പന്ന ഫാമിലികളിൽ കയറിക്കൂടി പണം തട്ടുന്ന ഡാഹിയും സംഘവും മറ്റൊരു അതിസമ്പന്ന കുടുംബത്തെ ലക്ഷ്യമിടുന്നു. എന്നാൽ അവൾ എത്തുന്നതോ ഒരു അസാധാരണ കുടുംബത്തിലും. ഡാഹിയുടെ സാന്നിധ്യത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അത് അവളിലുണ്ടാക്കുന്ന സ്വാധീനവുമാണ് ഈ കഥ. അഭിനയ മികവും സാങ്കേതിക തികവും ഈ സീരീസിനെ 2024 മികച്ച ഫാൻറ്റസി ഡ്രാമകളിൽ ഒന്നാക്കി മാറ്റി. ഫാമിലി ബൈ ചോയ്സ്. ചോയ് വോയങ്, ചോയ് മൂസങ്, ഹ്വാങ് നിയോപ്, ജങ് ചേയുൻ, ബേ ഹ്യുൻ സാങ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു. ഹേജുവിന് അമ്മ സ്വപ്നമാണ്. അവൻ എന്നും കാണാറുള്ള സ്വപ്നം. കുട്ടിക്കാലത്ത് ആൻറ്റിയുടെ അടുത്തേക്ക് പോയ അമ്മയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് അവൻ. സനയ്ക്കാവട്ടെ അമ്മ ഒരു ദുസ്വപ്നവും. അനിയത്തിയുടെ മരണശേഷം രോഗിയായ അവർ അനിയത്തിയുടെ മരണത്തിൽ അവനെ പഴിചാരുക പതിവായിരുന്നു. തുടർന്ന് അവർ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുകയാണ് ഉണ്ടായത്. ജിവോന് അമ്മ ഓർമ്മയാണ്. അവളും അച്ഛനും ഒരു റെസ്റ്റോറൻറ്റ് നടത്തി വരികയാണ്. ഇവർ ഒരു ഫാമിലിയാകുന്നതും ഈ 3 പേരുടെ കൗമാരവും ഉടലെടുക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളുമാണ് ഈ സീരീസ്. എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് 2024 രണ്ടാം വാരത്തിൽ പുറത്തിറങ്ങിയ മിനി ആക്ഷൻ ഡ്രാമ സീരീസാണ് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ്. ലീ ഡോങ് വുക്, കിം ഹേജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു. സോളിൽ നിന്നും അങ്കിളിൻ്റെ ആത്മഹത്യ വാർത്ത അറിഞ്ഞ് തിരിച്ചെത്തിയതാണ് ജിയാൻ. മാതാപിതാക്കളുടെ മരണശേഷം അവളെ വളർത്തിയത് അങ്കിൾ ജിൻമാനാണ്. അങ്കിളിൻ്റെ അക്കൗണ്ടിലെ ഭീമമായ തുക കണ്ട് സംശയാലുവായ ജിയാൻ സുഹൃത്തിൻ്റെ സഹായത്തോടെ ജിൻമാൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുന്നു. തുടർന്ന് അങ്കിൾ ഹോസ് വിൽപ്പനയുടെ മറവിൽ വിറ്റിരുന്നത് വെപ്പൺസ് ആണെന്ന് തിരിച്ചറിയുന്നു. ജിൻമാൻ്റെ വെബ്സൈറ്റ് ആക്റ്റീവായതറിഞ്ഞ് ഒരു കൂട്ടം അക്രമികൾ വീട് വളയുന്നു. ഇവർക്കെതിരെയുള്ള ജിയാൻ്റെ പ്രതിരോധവും ചുരുളഴിയുന്ന ജിൻമാൻ്റെ ഭൂതകാലവുമാണ് കഥ. അവതരണ രീതിയും ചടുലമായ ആക്ഷൻ രംഗങ്ങളും ഈ സീരീസിൻ്റെ മാറ്റുകൂട്ടുന്നു. ലവ്ലി റണ്ണർ. ബ്യോങ് സോക്, കിം ഹേയൂൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2024 റിലീസായ ഫാൻറ്റസി റൊമാൻറ്റിക് സീരീസാണ് ലവ്ലി റണ്ണർ. ആക്സിഡൻറ്റിൽ കാലുകൾ തളർന്ന് ഹോസ്പിറ്റലിലാണ് ഇംസോൾ. മരണത്തെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്ന അവളെ തേടി പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായി സിംഗറായ സഞ്ജയ് വിളിക്കുന്നതും ആ ഫോൺ കോൾ വഴി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും സഞ്ജയുടെ ഫാനായി മാറുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ടോപ്പ് സ്റ്റാറായി സഞ്ജയ് വളർന്നു. അതിനൊപ്പം ഇംസോളിലെ ആരാധകയും വളർന്നു. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി സഞ്ജയുടെ മരണവാർത്ത മാധ്യമങ്ങളിൽ നിറയുന്നു. ഇതറിഞ്ഞ് ഇംസോൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നു. അതവളെ എത്തിക്കുന്നത് ഭൂതകാലത്തിലേക്കാണ്. പലതവണ കണ്ട പ്രമേയമാണെങ്കിൽ കൂടി 16 എപ്പിസോഡുകൾ വരെ പിടിച്ചിരുത്തുന്ന ഒരു മാജിക് ഈ സീരീസിനുണ്ട്. അഭിനേതാക്കളുടെ മികവ് കൊണ്ടും അവതരണ രീതി കൊണ്ടും ലവ്ലി റണ്ണറിനെ ഈ വർഷത്തെ മികച്ച സീരീസാക്കി മാറ്റുന്നു.